نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നമുക്ക് അറബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി അല്ലേ, പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമല്ലേ അല്ലേ, നമുക്ക് ഇഷ്ടമാണ് അല്ലേ അറബി പഠിക്കാൻ അല്ലേ, എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഇന്ന് അറബി പരീക്ഷയാണ് നമുക്ക് നാളെ വരാൻ പോകുന്നത്. ആ അറബി പരീക്ഷയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാം അല്ലേ. റെഡി ആണോ നിങ്ങൾ? ഓക്കെ, താഴെ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവരും. പിന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടനും കൂടെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറബി മാത്രം എല്ലാ വിഷയവും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴത്തോടെ ഇങ്ങനെ നമ്പർ പോകുന്നില്ലേ, അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി വാട്സാപ്പിലൊക്കെ. സെറ്റ്, റെഡി. നേരെ നമ്മൾ പോവാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇങ്ങോട്ട് ദുബായിൽ പോകണം അല്ല, നമ്മുടെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ചോദ്യ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്, അറബിയുടെ ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ. ഇപ്പോ നമ്മളോട് നമുക്ക് 1 മുതൽ 7 വരെ എണ്ണാൻ നമുക്ക് അറിയണം മക്കളെ. 1 മുതൽ 7 വരെ എണ്ണാൻ അറിയണം അല്ലെ. അറബിയിൽ 1-ന് വാഹിദ്, ഇത്നാൻ, സലാസ, അർബഅ, പിന്നെയോ ഖംസ, സിത്ത, സബ്അ അല്ലെ, പിന്നെ സമാനിയ, തിസ്അ, അശ്റ 10 അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. കണ്ടില്ലേ വാഹിദ് എന്ന് എഴുതിയത്? കണ്ടോ, വാഹിദ് അല്ലെ. ഇവിടെ വാഹിദ് 1-ന് നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ 1-ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കറുപ്പിച്ചു കൊടുക്കുക അല്ലെ. വാഹിദ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ 1-ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? കറുപ്പിച്ചു കൊടുക്കുന്നു വാഹിദ് എന്ന് പറയുമ്പോൾ. അടുത്തത് ഇസ്നാൻ ഇവിടെ കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സലാസയാണെങ്കിലോ ഇങ്ങനെ കറുപ്പിച്ചു കൊടുക്കുക അല്ലെ, സലാസ. പിന്നെയോ അടുത്തത് അർബഅയാണ് അല്ലെ, അർബഅയ്ക്ക് നമ്മളിതാ ഇങ്ങനെ കറുപ്പിച്ചു കൊടുക്കുക അല്ലെ, അർബഅ. പിന്നെ ഖംസ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5. പിന്നെയോ സിത്ത അല്ലെ, സിത്തക്ക് ഇതാ ഇങ്ങനെ 5, സിത്തയുടെ നേരെ 5 അല്ല 6 അല്ലെ, 6 അല്ലേ സിത്ത, 6 നേരെ യോജിപ്പിക്കുക. സബ്അയോ, സബ്അ 7 ആണ് അല്ലെ, 7 6 7. അപ്പൊ മക്കളെ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാ. ഏത്? വാഹിദ് ഇങ്ങനെയാണ് എഴുതുക, ഇത്നാൻ ഇങ്ങനെയാണ് എഴുതുക, സലാസ ഇങ്ങനെയാണ്, അർബഅ ഇങ്ങനെയാണ്, ഖംസ ഇങ്ങനെയാണ്, സിത്ത ഇങ്ങനെയാണ്, സബ്അ ഇങ്ങനെയാണ്. ഇത് നമ്മൾ പഠിക്കണം. അതും പഠിക്കണം, ഇതും പഠിക്കണം. ഏത്? വാഹിദ്, ഇത്നാൻ, സലാസ, പിന്നെയോ അർബഅ, പിന്നെയോ ഖംസ, സിത്ത, സബ്അ. എണ്ണന്റെ മക്കൾ എന്തായാലും പഠിക്കണം. വാഹിദ്, ഇത്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ. പിന്നെ സമാനിയ, തിസ്അ, അശ്റയാണ്. സബ്അ ആരെങ്കിലും എന്റെ മക്കൾ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ പഠിച്ചതാ അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇയാളുടെ പേരെന്താ? കുറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറത്ത് ബോളാണ് അല്ലെ. കുറത്ത് എന്ന് പറഞ്ഞാൽ ബോളാണ്. അടുത്ത നോക്ക്, അടുത്ത എന്താ? ഫീലാണ് അല്ലെ. ഫീല് എന്ന് പറഞ്ഞാൽ ആനയാണ്. അടുത്തത് സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. അപ്പൊ ഈ വാക്കുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഖുറ എന്ന് പറഞ്ഞാൽ കുറത്ത് എന്ന് പറഞ്ഞാൽ ബോളാണ്, ഫീല് എന്ന് പറഞ്ഞാൽ ആനയാണ്, സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ഇത് നമ്മൾ അറിയണം. അടുത്തത് ഇവിടെ ചെറിയൊരു കോൺവെർസേഷൻ ആണ് കൊടുത്തത് അല്ലെ. ലീ ജസറുൻ അല്ലെ. ജസർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആണ്. എന്റെ അടുത്ത് എന്തുണ്ട്? ക്യാരറ്റ് ഉണ്ട്. അപ്പൊ അടുത്ത ആള് പറയാണ് ലീ കിതാബുൻ വ കലമുൻ. എന്റെ അടുത്ത് എന്തുണ്ട്? കിതാബും ഉണ്ട്, കലമും ഉണ്ട്. പിന്നെയോ അടുത്ത ആള് പറയാണ് ലീ കുറത്തുൻ ജമീല. എന്റെ അടുത്ത് ഭംഗിയുള്ള ബോളുണ്ട് അല്ലെ. അടുത്ത ആള് പറയാണ് ലീ മൗസുൻ അസ്ഫർ. എന്റെ അടുത്ത് യെല്ലോ കളറുള്ള, മഞ്ഞ കളർ, അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ അല്ലേ, മഞ്ഞ കളറുള്ള ബനാനയുണ്ട്, പഴമുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ അല്ലെ. ലീ അല്ലെ നമ്മൾ പറയാറില്ലേ, ലീ ജസർ എന്ന് പറഞ്ഞാല് ക്യാരറ്റ് ആണ്, കലമും കിതാബും എന്ന് പറഞ്ഞാൽ ബുക്കും പേന, കുറത്തുൻ ജമീല എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള ബോള്, മൗസുൻ അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള എന്താ പഴം അല്ലെ. അടുത്ത പേജ് ഇവിടെ വന്നിട്ടുണ്ട്.
ഇവിടെ ഇതാ നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. നോക്കി, ഇയാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സറാഫ. സറാഫ 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 എന്ന് പറഞ്ഞാൽ ജിറാഫ് അല്ലെ, സറാഫ. പിന്നെയോ മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ എന്താടാ? മൗസ് എന്ന് പറഞ്ഞാൽ പഴമാണ് അല്ലെ, ബനാനൊക്കെയാണ് നമ്മൾ മൗസ് എന്ന് പറയാ. അടുത്തതോ ബുക്കിന് നമ്മൾ പറയും കിതാബ്. ബുക്കിന് നമ്മൾ എന്താ പറയാ? കിതാബ്. പിന്നെയോ ക്യാരറ്റിന് നമ്മൾ പറയും ജസർ. ക്യാരറ്റിന് എന്താ പറയാ? ജസർ. പിന്നെയോ കലമിന് പറയുന്ന പേരാണ്, കലമിനല്ല, പേനക്ക് പറയുന്ന പേരാണ് കലമ് അല്ലെ. കലമ് എന്ന് സാറ് പറഞ്ഞു. കലമ് എന്ന് പറഞ്ഞാൽ എന്താ? കലമ് എന്ന് പറഞ്ഞാൽ പേനയാണ്. അറബിയിലാണ് എന്ത് ചെയ്യുക? കലമ് എന്ന് പറയാ പേനക്ക് അല്ലെ. അപ്പൊ മലയാളത്തിൽ നമ്മൾ പേന, ഇംഗ്ലീഷിൽ നമ്മൾ പെന്ന് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയൂലേ, ഇല്ലേ? അപ്പൊ സറാഫ എന്ന് പറഞ്ഞാൽ ജിറാഫാണ്. പിന്നെയോ മൗസ് എന്ന് പറഞ്ഞാൽ പഴമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക് അല്ലേ. പിന്നെയോ ജസർ. ഹായ്, നല്ല ജസർ കടിച്ചു തിന്ന ജസർ, എന്ത് രസാലേ. പച്ചയൊക്കെ ജസർ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റാ പച്ച ജസറൊക്കെ കഴിക്കാൻ ഇല്ലേ? കഴിച്ചിട്ടില്ലേ? നല്ല ടേസ്റ്റ്. ഊട്ടിയിലൊക്കെ പോയാൽ നമുക്ക് ജസർ കിട്ടൂലേ. പിന്നെയോ കലമ്. നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവും കലമ് അല്ലേ. ഇതാ എന്റെ ടാബിന്റെ കലമാണ് ഇത്, ടാബിന്റെ കലം. ഓക്കെ, റെഡി. അടുത്തത് നോക്ക്, സയ്യാറ. സയ്യാറ ഉണ്ടോ നിങ്ങളെ വീട്ടിൽ? സയ്യാറ ഉണ്ടോ? സയ്യാറ എന്ന് പറഞ്ഞാൽ കാർ അല്ലെ. നിങ്ങളെ വീട്ടിൽ സയ്യാറ ഉണ്ടോ? നിങ്ങളുടെ ഉപ്പക്കോ അല്ലെങ്കിൽ ഉമ്മക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഇക്കാക്കോ അല്ലെങ്കിൽ ഇത്താത്തക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സയ്യാറ ഉണ്ടോ? സയ്യാറ ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ. സയ്യാറ കാർ അല്ലെ. ഖിർദ്. ഖിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങന അല്ലെ. നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോകുമ്പോ ചുരത്തിന്റെ മുകളിലൊക്കെ ഖിർദ് ഇങ്ങനെ ചാടി ചാടി കളിക്കലില്ലേ? ഖിർദ് ഇല്ലേ? നിങ്ങൾ കാണില്ലേ ചുരത്തിന്റെ മുകളിലൊക്കെ? ഇവിടെ അടുത്താ, ഞാൻ കോഴിക്കോടാണ്, ഇവിടെ അടുത്ത് താമരശ്ശേരി, ഞങ്ങൾ ഇങ്ങനെ പോലുണ്ട് ഇടക്കിടക്കൊക്കെ. അപ്പൊ അവിടെ ഇങ്ങനെ ഖിർദിനെ കാണാറുണ്ട്. ഖിർദ് കുരങ്ങൻ, മങ്കി അല്ലെ. പിന്നെയോ അടുത്തത് ഷാഹിനയാ. ഷാഹിന. ഷാഹിന എന്ന് പറഞ്ഞ ലോറിയാ. ചില ആളെ വീട്ടിലൊക്കെ ഉണ്ടാവൂലേ, ചില ആളെ ഉപ്പമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ലോറി ഉണ്ടാവും. ഷാഹിന. ഷാഹിന എന്നാ പറയാ ലോറിക്ക് അല്ലെ. ഷാഹിന. ഒരു ഷാഹിനയിൽ ഒരാൾ കുടുങ്ങിപ്പോയി മരിച്ചു പോയിട്ടില്ലേനോ? നമ്മൾ കേട്ടിട്ടില്ലേ ആ കഥ? ഇല്ലേ? ഇവിടെ കർണാടക മണ്ണിടിച്ചിൽ പെട്ടിട്ട് അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ ഷാഹിനെ അടക്കം ഒലിച്ചു പോയി. എന്നിട്ട് ഷാഹിനന്റെ മുകളിൽ മണ്ണൊക്കെ വീണിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് ശ്വാസം മുട്ടി മരിച്ചുപോയി അല്ലെ. കുറെ കഴിഞ്ഞാറാണ് ഷാഹിനെയും അതിന്റെ ഉള്ളിലുള്ള അർജുനെയും ഒക്കെ കിട്ടിയത് അല്ലേ. ഷാഹിന എന്ന് പറഞ്ഞാൽ ലോറി. അടുത്തത് ഈസിയാടാ. അടുത്തത് ഷജറ. ഷജറ എന്ന് പറഞ്ഞാൽ മരം അല്ലെ. ഷജറ എന്ന് പറഞ്ഞാൽ മരം. മുറ്റത്തെ ഇറങ്ങിയാൽ എത്ര ഷജറയാണുള്ളത് അല്ലെ. എത്രയോ ഷജറകളുണ്ട് അല്ലെ. ഷജറത്തു നാറജീൽ. നാറജീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാനില്ല. നാറജീൽ എന്ന് പറഞ്ഞാൽ തെങ്ങ്. അങ്ങനെ ഒരുപാടില്ലേ മരല്ലേ, ഒരുപാട് മരങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ നോക്കിയേ. ഇവിടെ എന്താ വന്നത്? ഇവിടെ തൊയ്യാറ. തൊയ്യാറ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് പോയവരുണ്ടോ? ഞാനൊക്കെ കുറേ കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ കയറിയവരൊക്കെ ഉണ്ടാവില്ലേ. ചില ആൾക്കാർ സാറൊക്കെ വലിയതായതിനു ശേഷം ഫ്ലൈറ്റ് കയറി. ഇനി കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സാറിന്റെ മാതിരി വലിയതായിട്ട് കയറിയാൽ മതി ഫ്ലൈറ്റിന് കേട്ടോ. തൊയ്യാറയിൽ കയറണ്ടേ നമുക്ക് അല്ലേ? നല്ല രസമായിരിക്കും തൊയ്യാറയിൽ പോകാൻ. ചില ആൾക്കൊക്കെ തൊയ്യാറയിൽ പോകാൻ പേടിയായിരിക്കും, ഇതിങ്ങനെ പൊന്തി പോകുന്ന പേടി ഉണ്ടാവില്ലേ ചില ആൾക്കൊക്കെ തൊയ്യാറയിൽ പോകാൻ. പക്ഷെ തൊയ്യാറ നല്ല രസല്ലേ. പിന്നെ അടുത്തത് ഖിത്വാർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിൻ അല്ലേ. ഖിത്വാർ എന്താ? ട്രെയിനാ. ഖിത്വാർ എന്താ? ട്രെയിൻ. പിന്നെ അടുത്തത് സയ്യാറ കാറ് അല്ലേ. കാറിലെ ഈ സയ്യാറയിലൊക്കെ നമ്മൾ അധികം സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ അല്ലെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ഈ സയ്യാറയിലൊക്കെ കയറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ടോയ് കാറിൽ ഇങ്ങനെ ഓടിക്കുന്നത് അല്ലെ, ടോയ് സയ്യാറ അല്ലെ. അടുത്തത് ദറാജ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് ദറാജ. എനിക്ക് ദറാജ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഓടിക്കലുണ്ട് ദറാജ. നിങ്ങൾക്കുണ്ടോ ദറാജ? എനിക്ക് ദറാജ ഉണ്ട്. നല്ല രസമാണ് ദറാജ ഇങ്ങനെ ഓടിക്കാൻ. നിങ്ങൾ ഓടിച്ചു നോക്കണേ. ഓക്കെ, റെഡി. അടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സാധനം തന്നെ. തൊയ്യാറ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് അല്ലെ, വിമാനം. ഖിത്താർ എന്ന് പറഞ്ഞാൽ ട്രെയിന്, തീവണ്ടി. പിന്നെയോ അടുത്തത് എന്താ? അടുത്തത് ദറാജ. എന്താ ദറാജ? ദറാജ എന്ന് പറഞ്ഞാൽ എന്താ? ദറാജ എന്ന് പറഞ്ഞാൽ സൈക്കിൾ അല്ലെ, സൈക്കിൾ. അപ്പൊ തൊയ്യാറ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്, ഖിത്താർ എന്ന് പറഞ്ഞാല് അല്ലെ ട്രെയിന്, ദറാജ എന്ന് പറഞ്ഞാൽ നമ്മള് സൈക്കിൾ ഇങ്ങനെ ചോട്ടി ദറാജ അല്ലെ. അപ്പൊ ഓക്കെ, മറന്നു പോർന്നല്ലോ. അടുത്തത് നോക്ക്, ലുഅബത്ത്. എന്താ ലുഅബത്ത് എന്ന് പറഞ്ഞാല്?
കളിപ്പാട്ട ലോൾബത്ത് എന്ന് പറഞ്ഞാല് ഹായ് കളിപ്പാട്ടം അല്ലെ. നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള കളിപ്പാട്ടമൊക്കെ ഇല്ലായിരുന്നു? ഇപ്പോഴും ഉണ്ടോ കളിപ്പാട്ടം? എനിക്കൊക്കെ ഉണ്ടായിരുന്നു കളിപ്പാട്ടൊക്കെ. പഴയ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മുടെ പാരന്റ്സ് കളിപ്പാട്ടൊക്കെ വാങ്ങി തരൂലേ? കളിപ്പാട്ടം ലോഹബത്ത് വാങ്ങി തരൂലേ നിങ്ങൾക്ക്? ലോഹബത്തോണ്ട് നമ്മൾ ഇങ്ങനെ കളിക്കൂലേ? ഇല്ലേ? നമ്മുടെ കയ്യിൽ വേറെ ലോഹബത്തിന്റെ അടുത്താകുക നമ്മൾ കൊടുക്കണം, ഷെയർ ചെയ്യണം അല്ലെ? അവര് കൂടി കളിച്ചോട്ടെ ഇല്ലേ? ലോഹബത്ത്. അടുത്തതോ ജവ്വാല്. ഹലോ വിളിച്ച് നമ്മൾ നോക്കുമ്പോൾ റീലൊക്കെ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾ ജവ്വാലിൽ കൂടി അല്ലേ കാണുന്നത്? കുറെ ആൾക്കാർ ജവ്വാലിൽ കൂടി ആയിരിക്കും അല്ലേ കാണുന്നത് അല്ലെ? ഫോണല്ലേ ജവ്വാൽ എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ നിങ്ങൾ ജവ്വാലിൽ കൂടി അല്ലേ കാണുന്നത്? എന്നാ ജവ്വാൽ അവിടെ താഴെ നോക്കൊരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവരും. പിന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടണും ഇല്ലേ ചുവന്ന്, അത് ക്ലിക്ക് ചെയ്ത് എല്ലാവരും. ജവ്വാല്. പിന്നെ ഉറാബ്. ഉറാബിനെ നമുക്കറിയാം, കാക്ക വെച്ചുണ്ടാക്കുന്ന ആളാണ് കാക്ക അല്ലെ? ആരാണത്? ഉറാബിനെ നമുക്കറിയാം, ഈ സിമ്പിള്. അത് കഴിഞ്ഞ അടുത്ത് കളറുകളാ. റെഡ് കളറിനാണ് നമ്മൾ എന്ത് പറയാ? അഹ്മർ എന്ന് പറയാ. ഗ്രീൻ കളറിനാണ് എന്ത് പറയാ? അഹ്ലർ എന്ന് പറയാ. അസ്ഫറിന് നമ്മൾ എന്താ പറയാ? യെല്ലോ. അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ അല്ലെ? ചുവപ്പ്. പിന്നെ ഈ കളർ ഏതാടാ? ഈ കളർ എന്ന് പറഞ്ഞാൽ പച്ച. പിന്നെ ഇതെന്താ കളറ്? ഇത് മഞ്ഞ കളറ് അല്ലേ? ചുവപ്പ് കളറിന് അഹ്മർ. അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച. പിന്നെയോ അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ, മഞ്ഞ കളർ അല്ലേ? അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ചെറിയൊരു പദ്യം കൊടുത്തതാണ്, നമ്മൾ വായിച്ചു നോക്കാം. സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ത്വയ്യാറത്തുൻ ഹാദിഹി ത്വയ്യാറത്തുൻ. അയ്വാ. പിന്നെ ഇതെന്താ വായിക്കുക? സയ്യാറത്തുൻ ഹാദിഹി. ഇത് സയ്യാറല്ലേ? ഇത് ദറാജല്ലേ? സാറെന്താ അങ്ങനെ വായിച്ചേ അല്ലേ? വായിച്ചോക്കാം. ദറാജത്തുൻ ഹാദിഹി ദറാജത്തുൻ. ഹായ്, നിങ്ങൾക്ക് അറിയാലേ? നിങ്ങൾക്ക് അറിയാം. സാറ് സയ്യാറാന്ന് വായിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ സയ്യാറല്ല സാറേ, അത് ദറാജയാന്ന് പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ സാറേ തെറ്റി, അത് സയ്യാറയല്ല, സൈക്കിളിൽ ഞങ്ങൾ പഠിച്ചത് ദറാജ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതാ ഇവിടെ നോക്കുക, ദറാജ പഠിച്ചിട്ടില്ലേ? ഇതാ ഹായ്, സൈക്കിൾ ഇതാ നോക്കിയേ, സൈക്കിളിൽ ദറാജ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളൊരു പദ്യവും പാടി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ വാക്കുകളൊക്കെ നന്നായിട്ട് നോക്കുക, എണ്ണങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് എൻ്റെ മക്കൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കാര്യമില്ല അറബിയിൽ പഠിക്കാനുള്ളൂ, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള പിന്നെ വർക്ക് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി, മറിച്ച് നോക്കി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളത്തെ അറബി പരീക്ഷ ഉഷാറാക്കിയിട്ട് അടിപൊളിയാക്കി സെറ്റാക്കി ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം. ഓക്കെ, റെഡിയാണോ? അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ടാറ്റാടാ മക്കളെ, ലവ് യു, ബൈഡാ.